ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും തിരുമേനിക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുവാൻ കൃപ ചെയ്യണമെന്ന് യേശു മിശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും തിരുവചനം ധ്യാനിപ്പാനും ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഗലാത്യർ 6:17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഐ ബെയർ ഓൺ മൈ ബോഡി ദ ബ്രാൻഡ് മാർക്സ് ഓഫ് ജീസസ്. ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ചിന്തിക്കാനായിട്ടുള്ളത്. ഓർഡെയിൻഡ് മിനിസ്ട്രി മാർക്ഡ് ബൈ ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ്. പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയത്. പുരോഹിതൻ എന്ന എബ്രായ പദം നിൽക്കുക എന്ന ക്രിയാപദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നവനാണ് പട്ടക്കാരൻ. വേദപുസ്തകത്തിൽ ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷയെ ഒരു കൃഷിവലൻ്റെ പ്രവൃത്തിയോടും പട്ടണം കാക്കുന്ന ഒരു കാവൽക്കാരൻ്റെ ചുമതലയോടും ഭവനം പണിയുന്ന ഒരു ശില്പിയുടെ ദൗത്യത്തോടും ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പട്ടക്കാരൻ്റെ ശുശ്രൂഷയെ ഇടയ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതാണ്. പാസ്റ്ററൽ മിനിസ്ട്രി. പട്ടത്വ ശുശ്രൂഷയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും സുപരിചിതമായ ഇംഗ്ലീഷ് പദം പാസ്റ്റർ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഇടയൻ എന്നാണ്. ദക്ഷിണേന്ത്യ സഭ രൂപീകരിച്ചപ്പോൾ പട്ടത്വ ശുശ്രൂഷയെ അംഗീകരിച്ചു. പട്ടക്കാർക്ക് പാസ്റ്റർ എന്ന പദം ഉപയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടവും രാജാക്കന്മാരും പ്രവാചകന്മാരും നടത്തിപ്പുകാരും ഇടയന്മാരും ആയിരുന്നു. യേശു നല്ല ഇടയനാണ്. ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ 7 കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ നല്ല ഇടയൻ എന്നും, എന്നാൽ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആടുകളുടെ വലിയ ഇടയൻ എന്നും പറഞ്ഞിരിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ശിഷ്യന്മാരെ കർത്താവ് നിയോഗിച്ചു. അപ്പോസ്തലന്മാർ അവരുടെ ചുമതല മൂപ്പന്മാരെ ഏൽപ്പിച്ചു. ഇന്നുവരെ ആ ദൗത്യം സഭയിലൂടെ തുടർന്നു വരുന്നു എന്ന് നമുക്കറിയാം. പട്ടക്കാരൻ ഇടയനാണ്, ജനത്തിൻ്റെ ഇടയൻ. അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്കാണ് അപ്പോസ്തലൻ. ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അതിന് നൽകിയിരിക്കുന്ന എബ്രായ പദം ഷാലിയാക്ക് എന്ന ഒരു
വ്യക്തിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ ഔദ്യോഗികമായി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരാളെ പറ്റി ഉപയോഗിക്കുന്ന വാക്കാണ് ഷാലിയാക്ക് എന്ന പദം. ഒരു രാജാവിൻ്റെ പ്രതിനിധിയായി വേറൊരു രാജ്യത്തേക്ക് അയക്കപ്പെടുന്ന സ്ഥാനപതിക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഷാലിയാക്ക് അയാളെ പോലെ തന്നെയാണ്. ശിഷ്യരെ നിയോഗിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യം, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു എന്ന്. ഈ പദത്തിന് ചില സുപ്രധാന അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തന്നെ അയച്ചിരിക്കുന്ന ചുമതല മാത്രം ചെയ്യുവാനേ ഷാലിയാക്കിന് അവകാശമുള്ളൂ. രണ്ട്, തൻ്റെ നിയോഗത്തിന്മേൽ തനിക്കൊരു അധികാരവുമില്ല, അത് നിവർത്തിക്കുന്നതിനുള്ള കടമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന്. പട്ടക്കാരൻ അയക്കപ്പെട്ടവനാണ്, പട്ടക്കാരൻ ഇടയനാണ്. പ്രിയരെ, ദൈവഹിതപ്രകാരം ശുശ്രൂഷ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ. നമുക്ക് ലഭിച്ച വിളി ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, മരണം വരെയുള്ള വിളിയാണ്. അതിനാൽ പട്ടത്ത ശുശ്രൂഷ ഒരു ആജീവനാന്ത സമർപ്പണമാണ്. CSI സഭയിൽ ചുരുക്കം ചില ആളുകളുടെ മാത്രം ചുമതലയാണോ പട്ടത്വ ശുശ്രൂഷ എന്ന് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന പ്രകാരം കൗൺസിലിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ 2 മണ്ഡലങ്ങൾ. ഒന്ന് പട്ടക്കാരുടെ മണ്ഡലം, മറ്റത് അൽമായരുടെ മണ്ഡലം, ക്ലർജി ആൻഡ് ലെയ്റ്റി. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വാസ സമൂഹം പട്ടത്ത സമൂഹം തന്നെയാണ് എന്നാണ് പ്രൊട്ടസ്റ്റന്റ് സഭ പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസ സമൂഹം രാജകീയ പുരോഹിത വർഗമാണ് എന്നത് നാം ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ സഭ അതാണ് പഠിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പുരോഹിത വർഗമാണ്. നമ്മുടെ സഭയിലെ ആരാധനയുടെ ആരംഭം, അതുപോലെ ആരാധനയുടെ സമാപനവും നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരാധനയുടെ ആരംഭത്തിങ്കൽ ഗായക സംഘവും മറ്റുള്ളവരും ചേർന്ന് പട്ടക്കാരനെ ആനയിച്ച് ഈ അൾത്താരയിൽ കൊണ്ടുവിടും. ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ അർപ്പിക്കുവാൻ. ശുശ്രൂഷയുടെ അവസാനത്തിൽ അതുപോലെ തന്നെ ആഘോഷമായി, റിസപ്ഷനായി ഗായക സംഘവും മറ്റുള്ളവരും ചേർന്ന് പട്ടക്കാരനെ തിരികെ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തേക്ക് കൊണ്ടുവിടുകയാണ്. ജനങ്ങളിൽ ഒരുവനായ പട്ടക്കാരനെ ആരാധനയെടുക്കുവാൻ വേണ്ടി അൾത്താരയിലേക്ക് ആനയിക്കുകയും ആരാധനയ്ക്ക് ശേഷം ജനങ്ങളിൽ ഒരുവനായി ജനങ്ങളിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം രൂത്ത് ഗിബ്സോൾ എന്ന് പറയുന്ന കവയിത്രി എഴുതിയ ഒരു കവിതയാണ്.
ആ കവിതയുടെ പേര് ദ പാരബിൾ ഓഫ് ടുമോറോ എന്ന. ദ പാരബിൾ ഓഫ് ടുമോറോ. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിൻ്റെ നടത്തിപ്പിനെ കുറിച്ചാണ് ആ യുവതി തൻ്റെ കവിതയിൽ വർണ്ണിക്കുന്നത്. എൻ്റെ മുമ്പിൽ കണ്ട മലയിലേക്ക് ഞാൻ നോക്കി. കർത്താവെ, ഇത് വളരെ ഉയരവും കിഴുക്കാൻ തൂക്കായുള്ളതുമാണല്ലോ. എനിക്ക് കയറുവാൻ വളരെ പ്രയാസമാണ്. എൻ്റെ കരം പിടിച്ചുകൊള്ളുക. അവൻ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഞാൻ നിന്റെ ബലമായിരിക്കും. എൻ്റെ മുമ്പിൽ കിടക്കുന്ന വഴി കണ്ട് ആശങ്കയോടെ ഞാൻ പറഞ്ഞു, കർത്താവെ, ഇത് വളരെ ദീർഘവും ദുർഘടവുമാണല്ലോ എന്ന്. കർത്താവ് മറുപടി പറഞ്ഞു, എൻ്റെ സ്നേഹം നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ കാലടികളെ കാത്തു സൂക്ഷിക്കും. ഞാൻ ആകാശത്തേക്ക് നോക്കി. സൂര്യൻ മറഞ്ഞല്ലോ കർത്താവെ, വഴിയിൽ ഇരുട്ടായി തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ വചനമായ വിളക്ക് എടുത്തുകൊള്ളുക, അത് മതിയായ വെളിച്ചമായിരിക്കും. അവൻ മന്ദസ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ മല കയറി. പാത ഇടുങ്ങിയതും കിഴുക്കാൻ തൂക്കായതുമായിരുന്നു. എങ്കിലും വഴിയിലെങ്ങും പ്രകാശമായിരുന്നു. വഴി നിറയെ കല്ലും മുള്ളുമായിരുന്നു. എന്നാൽ അവ എന്നെ ഇരിക്കേണ്ടതിന് അവൻ തൻ്റെ കൈകൊണ്ട് അതിനെ മാറ്റുകയുണ്ടായി. എങ്കിലും ഞാൻ നടന്ന് വിവശയായി. എനിക്ക് ഒട്ടും മുൻപോട്ട് പോകുവാൻ കഴിവില്ല കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പൈതലെ, തല ഉയർത്തി നോക്കുക, രാത്രി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തല ഉയർത്തി നോക്കി. നേരം പുലർന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ആ അടയാളങ്ങൾ കണ്ടത്. കർത്താവെ, നിനക്ക് മുറിവേറ്റിരിക്കുന്നുവല്ലോ. നിന്റെ കൈകാലുകളിൽ നിന്നും രക്തം വാർന്ന് ഒലിക്കുന്നുവല്ലോ. ഇതെല്ലാം എനിക്ക് വേണ്ടി ആയിരുന്നുവോ? അതേ മകളെ, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സന്തോഷത്തോടെ സഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പട്ടത്വ ശുശ്രൂഷ ഒരു വെല്ലുവിളിയാണ്. അത് വേദനയും നിന്ദയും പരിഹാസവും മറ്റ് ചിലപ്പോൾ മാനസികമായി നമ്മെ തകർക്കുന്ന അനുഭവങ്ങൾ സംഭാവന ചെയ്യുന്നതുമാണ്. കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടതായി വരും. രാത്രിയിൽ ആരും അറിയാതെ കണ്ണുനീരൊഴുക്കിയ സംഭവങ്ങൾ പട്ടക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നാം വായിച്ച സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 56-ാം സങ്കീർത്തനം 8-ാം വാക്യം, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന്. 56-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ധൈര്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഇന്ന് നമ്മൾ വായിച്ച 1-ാം പാഠഭാഗം വളരെ ശ്രദ്ധേയമാണ്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ദാവീദിനെ രാജാവായി തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. ഈ സന്ദർഭത്തിൽ ശൗലിൽ നിന്ന് ദൈവാത്മാവ് മാറി എന്ന് നാം വായിക്കുന്നു. പകരം ദുരാത്മാവ് വന്നു. ദൈവാത്മാവില്ലാത്തിടത്ത് ദുരാത്മാവ് പ്രവർത്തിക്കുമെന്നത് നാം ഒരിക്കലും മറക്കരുത്. പിന്നീട് നാം കാണുന്നത് ഒരു എതിരാളിയോട് എതിരിടുന്നത് പോലെ തല്ലിക്കൊല്ലേണ്ടതിന് ദാവീദിന്റെ പിന്നാലെ പായുന്ന ശൗലിനെയും ശൗലിൻ്റെ ആളുകളെയുമാണ്. ഇവിടെ നാം വായിക്കുന്നത് പുരോഹിതനായ അഹിമേലേക്ക് ദാവീദിന് അപ്പവും വാളും കൊടുത്തു. ഇതറിഞ്ഞ് കുപിതനായ ശൗൽ അഹിമേലേക്കിനെ വിളിച്ചു വരുത്തി, നീ ഇശ്ശായിയുടെ മകനായ ദാവീദിന്റെ പക്ഷം ചേർന്നു, നീ അവനു വേണ്ടി ദൈവത്തോട് ചോദിച്ചു, നീ അവൻ അപ്പവും വാളും കൊടുത്തു, അതുകൊണ്ട് അഹിമേലേക്ക് നീ മരിക്കണം എന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് ഏഫോദിട്ട 85 പേരെ കൊന്നുകളഞ്ഞു എന്ന് നാം വായിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ നിശേഷം നിർമൂലമാക്കി. പ്രിയമുള്ളവരെ, പട്ടത്വ ശുശ്രൂഷ
രാജാവിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് പ്രസാദം വരുത്തുന്നതിനു വേണ്ടിയോ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാകരുത്. പട്ടത്തെ ശുശ്രൂഷ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാര്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിനു വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. നീതിയും ന്യായവും നടത്തേണ്ടവരാണ്. തർക്കമില്ലാത്ത സംഗതിയാണ്. രാജാവിനെ പ്രസാദിപ്പിക്കുകയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതിന് പക്ഷേ കൊടുക്കേണ്ടി വരുന്ന വില നമ്മുടെ ജീവനായിരിക്കാം, ജീവിതമായിരിക്കാം. എങ്കിലും ഭയപ്പെടരുത്. കർത്താവ് നമ്മോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ധൈര്യത്തിൽ വേണം മുൻപോട്ട് പോകുവാൻ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന്. യേശുവിൻ്റെ ചൂടടയാളം യേശുവിൻ്റെ മുറിവുകളാണ്. ദ വൂണ്ടഡ് ക്രൈസ്റ്റ്. യേശു ഏറ്റ മുറിവുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പഞ്ചമുറിവുകൾ എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. തൻ്റെ 2 കൈകളിലും 2 കാലുകളിലും തൻ്റെ വിലാപ്പുറത്തും ഏറ്റതായ മുറിവുകൾ എന്ന് ധരിക്കരുത്. 5 അല്ല, 5000 മുറിവുകളുമല്ല കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റത്. 5 വിധമായ മുറിവുകൾ, അല്ലെങ്കിൽ 5 വിധത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഏൽപ്പിച്ചതായ മുറിവുകൾ എന്ന് ചിന്തിക്കുന്നതാണ് ഉത്തമം. 1, കൂർമ്മയില്ലാത്ത വടികൊണ്ട് അല്ലെങ്കിൽ ലാത്തി കൊണ്ട് ഉള്ള അടിയാലേറ്റ മുറിവ്. മൃഗീയമായ അടി. ശരീരത്തിൽ ഇന്ന ഭാഗത്ത് മാത്രമേ അടിക്കാവൂ എന്നില്ല. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും കരുണയില്ലാതെ ആഞ്ഞടിക്കും. യേശുവിനെ അടിച്ച് തകർത്തു. തൻ്റെ ഓമന മുഖം വിരൂപമാക്കി. യെശയ്യാവ് രേഖപ്പെടുത്തുന്നത് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു. ലാത്തി കൊണ്ടുള്ള അടിയാലേറ്റ മുറിവുകൾ. 2, ചമ്മട്ടി കൊണ്ട് അടിച്ചു കീറിയത് മൂലം ഉണ്ടായ മുറിവ്. പീലാത്തോസിൻ്റെ കാലത്ത് ഉപയോഗത്തിലിരുന്ന ചമ്മട്ടിയുടെ അറ്റത്ത് നിന്നും 4 5 ചരടുകൾ, ആ ചരടുകളുടെ അറ്റത്ത് ലോക കഷണങ്ങളോ എല്ലിൻ കഷണങ്ങളോ കൊണ്ട് ബന്ധിച്ച ഒരു ചമ്മട്ടി അല്ലെങ്കിൽ ചാട്ടവ. ഇങ്ങനെയുള്ള ചമ്മട്ടി കൊണ്ട് കുറ്റവാളിയുടെ നഗ്നമായ പുറത്ത് ആഞ്ഞടിക്കും. തൽഫലമായി എല്ലുകളുടെ ഇടയിൽ നിന്നും മാംസപേശികൾ പറഞ്ഞു പോരും. ഇങ്ങനെയുള്ള അടി കൊണ്ടുണ്ടായ മുറിവാണ് യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റത്. 3, കൂർത്തുമൂർത്ത ആയുധം കൊണ്ട് ആഴമായി മുറിക്കുന്ന മുറിവ്. നമുക്കറിയാം, മുൾക്കിരീടം പരിഹാസത്തിൻ്റെ കിരീടമായിരുന്നു. മുള്ളും പറക്കാരെയും ശാപത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യവർഗത്തിൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ശാപത്തിൻ്റെ പര്യായമായ മുള്ളുകൊണ്ടുള്ള കിരീടം അവൻ്റെ തലയിൽ വെച്ചു. തലയോട്ടിയിൽ മുള്ള കയറാതെ വന്നപ്പോൾ കോൽ കൊണ്ട് ശക്തമായി അടിച്ചു കയറ്റി എന്ന് നാം വായിക്കുന്നു. ആ മുറിവുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. 4, തുളച്ചു കയറുന്ന ആയുധം കൊണ്ടുണ്ടാക്കിയ മുറിവ്. കാരുരും പാണി കൊണ്ട് ക്രൂശോട് ചേർത്തടിച്ചതിനാൽ ഉണ്ടായ മുറിവ്. കുഞ്ഞുങ്ങളെ തഴുകി അനുഗ്രഹിച്ച, രോഗികൾക്ക് സ്പർശന മാത്രയിൽ സൗഖ്യം നൽകിയ കരങ്ങളിൽ കാരുരും പാണികൾ അടിച്ചു കയറ്റി. മാത്രവുമല്ല, പലസ്തീൻ നാടിൻ്റെ നെടുകയും കുറുകയും നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച കർത്താവിൻ്റെ പാദങ്ങളിലും കാരുരും പാണി അടിച്ച് കയറ്റി. 5, ചങ്കിനകത്തേക്ക് പായുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള മുറിവ്. പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ വെള്ളവും രക്തവും ചാടിപ്പുറപ്പെട്ടു. ഒരു ശവശരീരത്തിൽ കുത്തിയാൽ രക്തമൊലിച്ചു വരുന്നതല്ലാതെ ചീറ്റി വരികയില്ല. പിന്നെ എങ്ങനെ ചങ്കിൽ നിന്നും രക്തം ചീറ്റി? ഹൃദയത്തെ പെരിക്കാർഡിയം എന്നു പേരുള്ള ഒരു സഞ്ചിയാൽ
ആവരണം ചെയ്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഹൃദയത്തിന് ആഘാതമേറ്റാൽ ഹൃദയധമനി പൊട്ടി രക്തം പെരിക്കാർഡിയത്തിൽ തളം കെട്ടി നിൽക്കും. പെരിക്കാർഡിയം കുത്തിപ്പിളർന്നപ്പോൾ രക്തം ചീറ്റി പുറത്തേക്ക് പ്രവഹിച്ചു. അരുമനാഥൻ മരിച്ചത് ഹൃദയം പൊട്ടിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം സ്നേഹിക്കുന്ന ഹൃദയമാണ്. ഈ മുറിവുകളെല്ലാം പ്രിയരെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിക്കാതെ പൂർണ്ണമായും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ഊറ്റിത്തന്നു എന്ന് നമുക്കറിയാം. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കുമോ? സ്വർണ്ണ ചെങ്കോലും സ്വർണ്ണക്കുരിശുമല്ല യേശുവിനെ വ്യതിരക്തനാക്കുന്നത്. ഏറ്റ മുറിവുകളും സഹിച്ച പങ്കപ്പാടുകളുമാണ് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ പാഠഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിനെയും കൂട്ടരെയും തേടി തിബരിയാസ് കടൽക്കരയിലെത്തുന്ന കർത്താവ് രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും കിട്ടാതെ വിശന്നു വലഞ്ഞ ആ ശിഷ്യ സമൂഹത്തിനു വേണ്ടി, തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാതലൊരുക്കി സ്നേഹത്തോടെ കാത്തു നിൽക്കുന്ന അരുമനാഥനെയാണ് തിബരിയാസ് കടൽക്കരയിൽ നാം കാണുന്നത്. പിന്മാറ്റത്തിലേക്ക് പോയവനാണ് എന്ന് ചിന്തിച്ച് അവരെ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം ഇവിടെ കാണുന്നത്. പിന്മാറിപ്പോയവരെ തേടിച്ചെല്ലുന്ന യേശുവിൻ്റെ സ്നേഹമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് പറഞ്ഞ പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞവൻ, ഈ പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞ പത്രോസ്, യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പത്രോസ് കണ്ടതാണ്, അവർക്ക് സമാധാനം നൽകിയതാണ്, അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തതാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന നിയോഗം നൽകിയതാണ്. പക്ഷേ പത്രോസ് പറയുകയാണ് സഹപ്രവർത്തകരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. ഇതേ കടവിൽ വെച്ചാണ് കർത്താവ് അവരെ വിളിച്ചത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അന്ന് വലയും വള്ളവും തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവർ ഇന്നിതാ യേശു തങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നറിഞ്ഞിട്ടും പിന്മാറിപ്പോയ പത്രോസിനെയും കൂട്ടരെയും തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. വിശന്ന് തളർന്ന ക്ഷീണിച്ച തൻ്റെ ശിഷ്യർക്ക് പ്രാതലൊക്കെ കൊടുത്തതിന് ശേഷമാണ് യേശു അവരുമായിട്ട് സംസാരിക്കുന്നത്. യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, സൈമൺ സൺ ഓഫ് ജോനാസ്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. നിന്റെ ജോലി, നിന്റെ വള്ളം, നിന്റെ കൂലിക്കാർ, നിന്റെ സമ്പത്ത്, നിന്റെ സൗകര്യങ്ങൾ എല്ലാം കർത്താവിന് വേണ്ടി ഉപേക്ഷിക്കുമോ? ഇതൊരു വെല്ലുവിളിയാണ്. തൻ്റെതായ സകലതും ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ വിട്ടു നൽകുമോ എന്നാ കർത്താവ് ചോദിക്കുന്നത്. മാത്രവുമല്ല, സൈമൺ, ഡു യു ലവ് മീ മോർ ദാൻ യുവർ ഫെലോ മെൻ? നിന്റെ സഹപ്രവർത്തകരെക്കാൾ നീ എന്നെ അധികം സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുകയാണ്. ഈ ചോദ്യം പത്രോസിനോട് ചോദിക്കുവാനുള്ള ഒരു കാരണം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ പത്രോസ് പറഞ്ഞതാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന്. പത്രോസിന്റെ ധൈര്യം പരാജയപ്പെട്ട ആ നിമിഷത്തെ കർത്താവ് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം ഏറ്റുപറയിപ്പിക്കുകയാണ്, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. തള്ളിപ്പറഞ്ഞാലും വീണ്ടും ചേർത്തുകൊള്ളുന്ന സ്നേഹനിധിയാണ് നമ്മുടെ കർത്താവ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ സ്നേഹം
2 കാര്യങ്ങൾക്ക് പത്രോസിനെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇറ്റ് ബ്രോട്ട് ഹിം എ ടാസ്ക്. യേശു പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ പാലിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പട്ടത്വ ശുശ്രൂഷ ചുമതല ഏൽക്കുവാനുള്ള വിളിയാണ്. ചുമതല ഏൽക്കുവാനുള്ള വിളി. ക്രിസ്തുവിലുള്ള സ്നേഹം വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നത്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് പറയുകയാണ്. സുവിശേഷം അറിയിക്കുന്നത് ഒരു നിർബന്ധമാകണം, ഒരു ഹൃദയഭാരമാകണം. യേശുവിനെ കുറിച്ച് അറിയാതെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പാപികളെ കുറിച്ച് വിചാരമുണ്ടാകണം സഭയ്ക്ക്, പട്ടക്കാർക്ക്, പട്ടത്വ സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഹൃദയഭാരമുണ്ടോ? യേശുവിനെ കേട്ടിട്ടില്ലാത്ത, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളോട് കർത്താവിൻ്റെ സ്നേഹം വർണ്ണിക്കുവാൻ, ഈ സുവിശേഷം പങ്കുവെക്കുവാൻ, പ്രിയമുള്ളവരെ, ആ ഒരു വലിയ ചുമതല എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. 2, ഇറ്റ് ബ്രോട്ട് ഹിം എ ക്രോസ്. ദൈവം നമ്മെ വിളിക്കുന്നത് കഷ്ടതയിലേക്കും വേദനയിലേക്കുമാണ്. എങ്ങനെയാ കർത്താവ് വിളിച്ചത്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന കഷ്ടതയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ കഷ്ടതയും പേറി കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ, വേദന സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പട്ടത്വ ശുശ്രൂഷയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് കഷ്ടതയിലേക്കും മരണത്തിലേക്കുമുള്ള വിളിയാണ്. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായം 15-ാമത്തെ വാക്യം താഴോട്ട് നാം വായിക്കുമ്പോൾ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് പോയി. നീ വൃദ്ധനായ ശേഷം നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുകയും നിന്നെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവൻ എങ്ങനെ മരിക്കും എന്നുള്ളത് കർത്താവ് അവനോട് പറയുകയാണ്. പത്രോസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പൗരാണിക രേഖകളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ CLS പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നത് സൺഡേ സ്കൂൾ പരീക്ഷയിൽ സമ്മാനം കിട്ടിയ ഒരു കൊച്ചു പുസ്തകം. ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ശീർഷകം, അതിൻ്റെ ടൈറ്റിൽ കോവോദീസ് ഡോമിനോ എന്നാണ്. എനിക്കന്ന് ചെറുപ്പത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു. അതായത് പത്രോസ് റോമ പട്ടണത്തിലാണ്. അവിടുത്തെ സഭാ പീഡനത്തിന് ഇരയായി. അനേക വിശ്വാസികൾ കൊല്ലപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ വിശ്വാസ സമൂഹം പത്രോസിനോട് പറഞ്ഞു, അങ്ങ് മരിക്കരുത്, അങ്ങ് ജീവിച്ചിരിക്കണം. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ പത്രോസ് റോമ പട്ടണത്തിൽ നിന്ന് ഓടിപ്പോയി. താന് ഓടിപ്പോകുമ്പോൾ തനിക്കെതിരെ ഒരു കുരിശും വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു റോമിനെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. അപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കോവോദീസ് ഡോമിനോ, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോകുകയാണ്. താൻ ഒഴിഞ്ഞു പോന്ന കുരിശ് വരിക്കുവാനായിട്ട് യേശു റോമിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് മടങ്ങി റോമിൽ പോകുകയും താനെ പീഡിപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. ക്രൂശിക്കുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവിനെ പോലെ ക്രൂശിൽ കിടക്കുവാൻ എനിക്ക് അവകാശമില്ല. അവൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് അവൻ്റെ ക്രൂശിൽ കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പത്രോസിനെ തലകീഴായിട്ടാണ് ക്രൂശിച്ചത് എന്ന് പാരമ്പര്യം പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കുമോ? പട്ടക്കാരൻ ഇടയനാണ്, പട്ടക്കാരൻ അയക്കപ്പെട്ടവനാണ്, കർത്താവിൻ്റെ സ്ഥാനപതിയാണ്. പട്ടക്കാരൻ്റെ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയതാണ്. പട്ടത്വ ശുശ്രൂഷയിലേക്കുള്ള വിളി ചുമതലയിലേക്കും ഉത്തരവാദിത്വത്തിലേക്കുമുള്ള വിളിയാണ്. അത് കഷ്ടതയിലേക്കും മരണത്തിലേക്കുമുള്ള വിളിയാണ്.
സ്വയം ത്യജിച്ച് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.